ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു ദിവസം കൂടെ കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ചിരിക്കുകയാണ്. കണിശമായിട്ടും ഈ ദിവസം ആരംഭിക്കുമ്പോൾ ദൈവത്തോടുകൂടി ആരംഭിക്കാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നമുക്കെന്നുള്ളതായി ധ്യാനം ചിന്തിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 4ഉം 5ഉം വാക്യങ്ങളാണ് ഞാൻ വായിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. 4ഉം 5. എന്നാൽ എന്റെ സ്നേഹിതന്മാരെ, നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. ആരെ ഭയപ്പെടേണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതേ, അവനെ ഭയപ്പെടുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ദൈവത്തെ ഭയപ്പെടുവീൻ, അല്ലെങ്കിൽ മനുഷ്യനെ ഈ ഭൂമിയിൽ പാപത്തിന്റെ അവസ്ഥയിൽ മരണത്താൽ നശിക്കപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എന്നേക്കുമായിട്ട് നിത്യമായിട്ട് നശിപ്പിക്കുന്നതായ ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ ദൈവം നിത്യമായിട്ട് നാം നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആരെ ഭയപ്പെടണം? നാം ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. ഇവിടെ പറയുന്ന ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, അവനെ ഭയപ്പെടുവിൻ ഞാൻ നിങ്ങൾ പറയുന്നു. അപ്പൊ ഈ ദിവസം ആരംഭിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടുക എന്നുള്ള ചിന്താഗതിയാണ്. ഒരു കഥ ഇപ്രകാരം ഞാൻ വായിക്കുന്നു. അതായത് ബ്രിട്ടീഷ് എൻഗ്രേവർ ആയിരിക്കുന്നതായ ജോൺ സ്പിൽസ്ബെറിയെ കുറിച്ച് ഉള്ള ഒരു സംഭവമാണ്. അദ്ദേഹം ഒരു മാപ്പ് ഉണ്ടാക്കി. ആ മാപ്പ് പല പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. എന്നാൽ ഈ മാപ്പ് അവിടെ ഇവിടെയായിട്ട് മുറിച്ച് മാറ്റിയിട്ട് അതെല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കുന്ന ഒരു പരിപാടി. അപ്പൊ അതിന് പറയുന്നത് ഡിസെക്റ്റഡ്, അതായത് മുറിക്കപ്പെട്ടതായ മാപ്പ് എന്നാണ്. എന്നാൽ ഈ മുറിക്കപ്പെട്ടതായ മാപ്പ് ഒത്തൊരുമിച്ച് കൂട്ടുമ്പോൾ അത് രാജ്യത്തിന്റെ മാപ്പായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഭൂപടമായിട്ട് മാറുന്നു. അപ്പൊ ഇത് അങ്ങനെ നിർമ്മിച്ചതായ ഇത് പലർക്കും അതൊരു ജിഗ്സോ പസിൽ എന്നുള്ള രീതിയിൽ മാറ്റപ്പെടുകയുണ്ടായി. അപ്പോ ഈ മാറ്റപ്പെട്ടതായ ജിഗ്സോ പസിലാണ് പിന്നീട് ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ ഇത് 1700-കളിൽ ആണ് ഇത് ഈ സംഭവം നടന്നത്. എന്നാൽ ഇന്ന് നമുക്കറിയാം പലതരത്തിലുള്ള ക്വിസ് കോമ്പറ്റീഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ജിഗ്സോ പസിൽസും ഉണ്ട്. ഇന്നിപ്പോ കമ്പ്യൂട്ടറിലൂടെ ചെയ്യുവാൻ തക്കൊണ്ട് സാധിക്കും. എന്നാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് തിരുവചനം മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ, മനുഷ്യന്റെ പ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ വെറും പൊടിയായിരുന്നു. ആ മനുഷ്യനെ ഭൂമി, അതായത് ഉൽപ്പത്തി പുസ്തകം 2:7 നാം വായിക്കുന്നത്, ഗോഡ് ഫോംഡ് മാൻ ഔട്ട് ഓഫ് ദി ഡസ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട്. മണ്ണിന്റെ ഭൂമിയിലെ മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. അപ്പൊ ഈ മനുഷ്യനെ മെനഞ്ഞ അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പൊ ജീവശ്വാസം ഊതിയോടുകൂടി അവനെന്തായി? ജീവനുള്ളതായ ഒരു ദേഹിയായി തീർന്നു. അപ്പൊ ഈ ജീവനുള്ളതായ ദേഹിയായ മനുഷ്യൻ, അതായത് മണ്ണ് അല്ലെങ്കിൽ പിന്നെ അതിന്റെ കൂടെ ദൈവത്തിന്റെ ശ്വാസം, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ ആ ഒരു പ്രക്രിയ, അതായത് നമുക്കൊരു ജീവനുള്ള ദേഹിയായി തീരുവാൻ തക്കവണ്ണം ഇവിടെ 2 വാക്കുകൾ ഉപയോഗിക്കുന്നു. ഒന്ന് സൂക്കെ എന്ന് പറയുന്നത്, അതായത് ഗ്രീക്ക് പദമാണ്, അത് ലൈഫാണ്. അല്ലെങ്കിൽ അതിനെ വേണമെങ്കിൽ ഇമോഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ മാനസികമായ ചിന്താഗതികൾ മനസ്സെന്ന് വേണേൽ പറയാം. അപ്പൊ ഇതൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഈ പറയപ്പെട്ട കാര്യത്തെ നശിപ്പിക്കാൻ തക്കൊണ്ട് സാധിക്കും. എന്നാൽ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തെ നാം കൂടുതലായി ഭയപ്പെടുകയും അവന് വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യാം. കാരണം ഈ ജിഗ്സോ പസിൽ അത് നമുക്ക് പെട്ടെന്ന് അസംബിൾ ചെയ്ത് ഭംഗിയായിട്ട് കാണുന്നത് കൊണ്ട് സാധിക്കും. പക്ഷേ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല. അവൻ എന്താണ്? പുതിയ ജീവൻ, അതായത് ഈ പുതുവാന ഭൂമിയിൽ നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം പോവുകയാണ്. ആയതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരുക്കമായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. അപ്പൊ ആ ഒരുക്കം നമുക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ ഒരു ദിവസം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അടികളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തുന്നു. ഈ ഒരു ദിവസം കാണുവാൻ ഞങ്ങളെ സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം. ഇന്ന് അടിങ്ങൾക്ക് ജന്മദിനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കുന്ന ആരുടെയും പേരിലെങ്കിലും ഈ ദിവസം ജന്മദിനമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം കൂടുതലായി അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപകളാൽ നിറയ്ക്കണമേ. ഭൗമിക ജീവിതത്തിൽ ഞങ്ങൾ ദൈവത്തിന്റെ നന്മകൾ പ്രാപിച്ചുകൊണ്ട് നിത്യരായതിന് ഓഹരിക്കാരായി തീരാൻ തക്കണം. ഞങ്ങളെ സഹായിക്കണം. യേശുവിൽ കൂടി താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം തന്ന ഈ ദിവസത്തിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ലൊരു ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.